കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആചാര്യനായി കടന്ന സദ്ഗുരുവിൻ്റെ ആശ്രമം, അതിനെതിരെ കുറേ കാലമായി നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹൈക്കോടതി, കാരണം തമിഴ്നാട്ടിലെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വളരെ മോശമായ ചില നിലപാടുകൾ ആ ആശ്രമത്തിനെതിരെ എടുത്തു. സദ്ഗുരുവിൻ്റെ ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിമർശിച്ച കോടതി ചോദിച്ചത്, സ്വന്തം മകളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് മറ്റുള്ളവരുടെ മക്കളെ സന്യാസിമാരാക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് സന്യാസിനിമാരായ ആളുകളോട് ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ തലമുട്ടയൊക്കെ അടിച്ചിട്ട് നടന്നാൽ നിങ്ങളുടെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയും ഈ ആശ്രമത്തിലേക്ക് പോലീസ് റെയ്ഡ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. ഇത് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ സമീപകാലത്ത് ഹിന്ദു ആശ്രമങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നേരെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും മോശപ്പെട്ട സമീപനം ഉണ്ടാവുന്നു. അങ്ങനെ സ്വീപ്പിംഗ് ആയിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല. ബട്ട് ഐസൊലേറ്റഡ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മദ്രാസ് ഹൈക്കോടതി ഒരു ജുഡീഷ്യൽ ഓവർ റീച്ച് കാണിച്ചു എന്ന് വേണം പറയാൻ. ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് കോടതി കടന്നു. കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നത് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷനാണ്. ബ്രിങ് ദ ബോഡി, പ്രൊഡ്യൂസ് ദ ബോഡി, ഇതാണ് ഹേബിയസ് കോർപ്പസ്. ഈ രണ്ട് പെൺകുട്ടികളെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ അച്ഛൻ്റെ പെറ്റീഷൻ. രണ്ട് പെൺകുട്ടികളും കോടതിയിൽ ഹാജരായി. അവർ പറഞ്ഞു, ഞങ്ങൾ സന്യാസം സ്വീകരിച്ചാണ്, സ്വമേധയാണ് ഇഷ ഫൗണ്ടേഷനിൽ താമസിക്കുന്നത്. സന്യാസിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം, അത് കോടതിക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഫ്രീ വിൽ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ താമസിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്താൽ കോടതിയുടെ ജോലി കഴിഞ്ഞു. പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളാണ്. പ്രായപൂർത്തി എന്ന് വെച്ചാൽ 18 വയസ്സങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ, അങ്ങനെയൊന്നുമല്ല. 40-42 വയസ്സുണ്ട്. അവർ വലിയ വിദ്യാഭ്യാസം നേടിയവരാണ്. വിദ്യാഭ്യാസം നേടി പിന്നെ ജോലി ചെയ്ത് ആ ജോലി രാജിവെച്ച് ആത്മീയ പാതയിലേക്ക് വരുന്ന ആൾക്കാർ. അങ്ങനെ വരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ അയാളുടെ മകൾ കല്യാണം കഴിച്ചതാണോ എന്നുള്ളതൊന്നും ഈ കേസിൽ പ്രസക്തമല്ല. ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങളെ തടങ്കലിൽ വെച്ച്, അന്യായ തടങ്കലിൽ വെച്ചിരിക്കുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ അന്യായ തടങ്കലിലല്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ്. കഴിഞ്ഞു, കോടതിയുടെ സംഭവം കഴിഞ്ഞു. ഇത് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മറ്റേ മഞ്ചേരിയിൽ ഒരു കേന്ദ്രമില്ലേ, മതപരിവർത്തന കേന്ദ്രം പറഞ്ഞ സത്യസരണിയിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛൻ ഹേബിയസ് കോർപ്പസുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വരുന്നു. ഈ പെൺകുട്ടികൾ കേരള ഹൈക്കോടതിയിൽ ഹാജരായിട്ട് ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, സ്വന്തം ഇഷ്ടപ്രകാരം സത്യസരണിയിൽ താമസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതി അവിടെ വെച്ച് കേസ് അവസാനിപ്പിക്കില്ല. അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലേക്ക് എത്രായിരം പേരുടെ മാർച്ച് നടക്കും. അതെ 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 പ്രായപൂർത്തിയായവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സ്വമേധയെ അവിടെ കേസെടുക്കും. അവിടെ കേസെടുത്ത് ഈ കേസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ വലിയ ബഹളം നടക്കും. മദ്രാസിൽ അതൊന്നും ഉണ്ടായില്ല. മദ്രാസിൽ ഈ ജഡ്ജിമാർ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഈ അച്ഛനെ ആർഗ്യൂ ചെയ്തു. ഇവരുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട്, പോക്സോ കേസ് വരെയുണ്ട്. ഈ ഈശ ഫൗണ്ടേഷനുള്ളിൽ ഒരുപാട് കൃത്രിമങ്ങൾ നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പാർട്ടി ഇൻ പേഴ്സണാണ് വാദിക്കുന്നത്. ഇയാളുടെ വായിൽ വന്ന ആരോപണങ്ങൾ മുഴുവൻ. ഉടനെ കോടതി പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങളുടെ അച്ഛനമ്മമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു, 5 വർഷം മുമ്പ് ഞങ്ങളുടെ അമ്മ ഇതുപോലെ ഹേബിയസ് കോർപ്പസ് പെറ്റീഷനുമായിട്ട് വന്നിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛൻ ഹേബിയസ് കോർപ്പസുമായിട്ട് വന്നു. അച്ഛൻ ഞങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നത് അവസാനിപ്പിച്ചാണ്, ഞങ്ങളിതിന് തയ്യാറല്ല. അപ്പോൾ കോടതി പറയുന്നു, അച്ഛനെ അനുസരിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ലേ? അപ്പോൾ അച്ഛനെ ധിക്കരിച്ച് നിങ്ങൾ സന്യാസത്തിന് പോകുന്നത് ശരിയാണോ? നിങ്ങൾ അച്ഛനോട് റെസ്പെക്റ്റ് കാണിക്കുന്നില്ലല്ലോ. ഈ കോടതി ആദിശങ്കരനെ ചിലപ്പോൾ ശിക്ഷിക്കും. കാരണം ആദിശങ്കരൻ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് സന്യാസിയാവുന്നത്. അതെ അതെ, അമ്മ പറഞ്ഞാൽ കേട്ടുകൂടായിരുന്നോ?
അപ്പോൾ അമ്മ പറഞ്ഞത് അനുസരിക്കണ്ടേ, അതല്ലേ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അമ്മയെ മറ്റേ മുതലേ കൊണ്ട് പിടിപ്പിച്ചിട്ട് മുതലെ വിടണമെങ്കിൽ അമ്മ സന്യസിക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആദിശങ്കരൻ പോകുന്നത്. ബ്ലാക്ക് മെയിലിംഗ് ഈസ് ആൻ ഒഫൻസ്. അതെ അതെ. ആദിശങ്കരനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും കോടതി. മുൻകാല ഇങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് ഒന്നും രണ്ടുമല്ല, ഈ നിങ്ങളുടെ പേരിൽ FIR സംഗതിയോ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് 2 പോലീസുകാർ പോയാൽ മതി, ഒരാൾ പോയാൽ മതി. 150 പോലീസുകാർ 48 മണിക്കൂർ ഇഷ ഫൗണ്ടേഷനകത്ത് മുക്കും മൂലയും അരിച്ചു പെറുക്കുന്നു. കേസുണ്ടോ എന്നറിയാൻ. കേസ് വഴിയിലാണോ വീട് കിടക്കുന്നത്? എനിക്കറിയില്ല. ആ നാടകം നടന്നു. ഇതിനിടയ്ക്ക് ഇഷ ഫൗണ്ടേഷൻ സുപ്രീം കോടതിയിൽ പോയി. മുകുൽ റോത്തഗിയായിരുന്നു അഡ്വക്കേറ്റ്. മുകുൽ റോത്തഗി പറഞ്ഞു, ഇതെന്ത് നാടകമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഹേബിയസ് കോർപ്പസ് റിട്ടിൽ അവർ ഹാജരായി കഴിഞ്ഞാൽ ആ കേസ് തീർന്നു, ഹേബിയസ് കോർപ്പസ് കഴിഞ്ഞു. വൈ ദ ഹൈക്കോർട്ട് ഈസ് ട്രാവലിംഗ് ബിയോണ്ട് ഇറ്റ്സ് ലിമിറ്റ്സ്. കേസിൻ്റെ ലിമിറ്റിനുള്ളിലല്ലേ നിൽക്കേണ്ടതല്ല. വേറെ അവിടെ ക്രിമിനൽ കേസുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹേബിയസ് കോർപ്പസ് റിട്ടിൽ അങ്ങനെ ഒരു ഉത്തരവിടുന്നത്? എങ്ങനെയാണ്? അപ്പോൾ അവിടെ തന്നെ ഒരു റോവിങ് എൻക്വയറി അങ്ങ് നടത്താൻ തീരുമാനിച്ചു. ഓക്കെ, സുപ്രീം കോടതിയിൽ ഈ സ്ത്രീകൾ 2 പേര് ഓൺലൈൻ ഹാജരായി. ചീഫ് ജസ്റ്റിസ് അവരോട് സംസാരിച്ചു, ചന്ദ്രചൂഡ് നേരിട്ട് സംസാരിച്ചു. അവരെല്ലാവരും കേൾക്കെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ടാണ് കഴിയുന്നത്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങളിവിടെ ജീവിക്കുന്നു. പോരാ എന്ന് പറഞ്ഞിട്ട് ജഡ്ജിമാരെഴുന്നിട്ട് ചേംബറിൽ പോയി. ചേംബറിൽ ഇവരുമായിട്ട് മാത്രം കോൺഫറൻസ് കോളിലോ വീഡിയോ കോളിലോ സംസാരിച്ചു. തിരിച്ചു വന്നിട്ട് കോടതി പറയുന്നത്, ഞങ്ങൾ വി ഹാഡ് എ ചേംബർ ഡിസ്കഷൻ വിത്ത് ദ വിമൻ എന്ന് പറയുന്നു. കാരണം പുറത്തറിയാം എന്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണും, എന്താ സിറ്റുവേഷൻ അത് ഇതെന്നൊക്കെ ചോദിച്ചു കാണും. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു, വി ആർ കൺവിൻസ് ദാറ്റ് അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ താമസിക്കുന്നത്. സ്റ്റോപ്പ് ദിസ് പോലീസ് എൻക്വയറി. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വി വിൽ ഡിസൈഡ്. കംപ്ലീറ്റ് കേസ് മേ ബി ട്രാൻസ്ഫേർഡ് ടു സുപ്രീം കോർട്ട്. കംപ്ലീറ്റ് പ്രൊസീഡിങ്സ് പൊതിഞ്ഞ് കെട്ടി കവറിലിട്ട് നേരെ ഡൽഹിക്ക് അയച്ചു കൊടുക്കും, ഞങ്ങൾ നോക്കാം പറഞ്ഞിട്ട് ചന്ദ്രചൂഡ് അത് കയ്യിലെടുത്തിരിക്കുകയാണ്. എന്നാലും ആ ചെന്നൈ ഹൈക്കോടതിയിലെ മഹാനായ ആ ജഡ്ജിയെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയില്ല. ഇല്ല. കർണാടകയിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരാളെ നിർത്തിപ്പൊരിച്ചു. അലഹബാദിൽ മെജോറിറ്റി ആകും എന്നൊരു ജഡ്ജി എഴുതിയതിന് അത് വേറെ ആരും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ശരി, എന്ത് വാങ്ങിക്കോട്ടെ, നമ്മളിപ്പോൾ അങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കോടതികൾ ഇങ്ങനെ ചില നിലപാടുകൾ സമീപകാലത്തായി എടുത്തില്ല. അത് അങ്ങനെ ഒരു സ്വീപ്പിംഗ് ഇതില്ല കേട്ടോ. ഹിന്ദു ആയി പക്ഷേ ഇത് നേരെ തിരിച്ച് ഒരു ഹിന്ദു പെൺകുട്ടി ഈ പറഞ്ഞ പോലെ സത്യസാരണി പോയ കേസാണെങ്കിൽ പിറ്റേ ദിവസം ഇടിഞ്ഞു വീണ്. അതെ. ഇതിപ്പോൾ മാത്രമല്ല, ഈ പെൺകുട്ടികൾ മറ്റൊരു കാര്യം പറഞ്ഞു, വളരെ പേഴ്സണലാണ്. അവർ കോടതി പറഞ്ഞു, ഞങ്ങൾ 30 വയസ്സ് വരെ ഈ അച്ഛൻ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പോലും തയ്യാറായില്ല, ഞങ്ങളങ്ങനെ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു, പിന്നീട് ഞങ്ങൾ ഒരു ആത്മീയ മാർഗത്തിലേക്ക് മാറി, ഞങ്ങൾ സന്തോഷത്തോടെ ഇപ്പോൾ കഴിയുന്നു എന്നവർ കോടതി പറഞ്ഞു. കോടതി റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ സദ്ഗുരുവിൻ്റെ ഈ ഈഷ ഫൗണ്ടേഷനെതിരെയുള്ള ആക്രമണം ഇതാദ്യമൊന്നുമല്ല. ഇതിന് തൊട്ട് മുമ്പുണ്ടായത് ജഗ്ഗി വാസുദേവ, അദ്ദേഹമാണല്ലോ സദ്ഗുരു, ഭാര്യയെ കൊന്ന ആളാണ് എന്ന് പറഞ്ഞ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു നാട്ടിൽ. അവസാനം അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു, അത് കെട്ടടങ്ങി. അതിന് മുമ്പുണ്ടായിരുന്നത് 150 ഏക്കറോളം വനഭൂമി കൈവശം വച്ചിരിക്കുന്നു, അതിലൂടെ ആനത്താരയാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മിഷണറീസാണ് പരാതി കൊടുത്തത്. തൊട്ടടുത്ത് കാരുണ്യ എന്ന് പറയുന്ന ഒരു മിഷണറി സ്ഥാപനമുണ്ട്, അവരുടെ പക്കൽ 600 ഏക്കറുണ്ട്, തൊട്ടടുത്താണ്. അപ്പോൾ ആന അതിലേ പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കോയമ്പത്തൂരിൽ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു സന്യാസ സമൂഹം വളർന്നു വരുന്നതിനുള്ള ഇതിലെ അലിഗേഷൻസ് ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഇഷ ഫൗണ്ടേഷനിൽ അവിടുത്തെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ രാവിലെ വരും, വൈകുന്നേരം പോകും. ആ ഡോക്ടറുടെ പേരിൽ ഒരു പോക്സോ കേസുണ്ട്. ശരി, അതിന് ഇഷ ഫൗണ്ടേഷൻ എന്ത് വേണം? ഒരു ഡോക്ടർ അവിടെ വരുന്നു, പോകുന്നു, അദ്ദേഹം അറസ്റ്റിലല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എവിടെ. ബട്ട് ഇഷ ഫൗണ്ടേഷൻ അതിൽ യാതൊരു ഇതുമില്ലല്ലോ. നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോക്കോ, അങ്ങനെ ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ്. അങ്ങേരുടെ MBBSലോ സംഗതിയിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ ഡോക്ടർ വേണ്ടാന്ന് വയ്ക്കാം. അതല്ലാതെ അങ്ങേരുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിന് ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? നമ്പർ 2, അവിടെ ഒരു ആദിവാസി സ്കൂളുണ്ട്. അവിടെ പഠിപ്പിക്കാൻ
ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് അധ്യാപകർ പോകുന്നുണ്ട്. ആ ആദിവാസി സ്കൂളിലെ കുട്ടികളെ വേറെ ആരോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ശരി, ഉണ്ട്. അതിന് ഞങ്ങളെന്ത് വേണം? ഞങ്ങളെന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ഇഷ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ആ കേസ് കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നേ, നോക്കട്ടെ, പോലീസും വേണ്ട, പോലീസിൻ്റെ പരിപാടിയൊക്കെ നിർത്തുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ നമ്മളെ ശ്രീ രവിശങ്കർ, ഇദ്ദേഹത്തിനെതിരെ ഇതൊക്കെ ഉണ്ടായതാണ്. ശ്രീ രവിശങ്കറിൻ്റെ ബാംഗ്ലൂരിലെ ആശ്രമം അത് 64 ഏക്കർ കയ്യേറി എന്നൊക്കെ പറഞ്ഞ് ആരോപണവും ബഹളമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ശ്രീ രവിശങ്കർ ഡൽഹിയിൽ യമുനാ തീരത്ത് വലിയൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തി. അത് പ്രകൃതി വിരുദ്ധമാണ്, ഇതിന് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നം ഒന്നും ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ മനുഷ്യൻ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ക്ലിയറാക്കിയിട്ട് പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ ഈ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കൂടെ മരങ്ങളും സംഗതിയൊക്കെ ഉണ്ടായി. എന്നിട്ടും കോടതി അന്ന് ഹോസ്റ്റൽ നിലപാടാണ് എടുത്തത്. ഡൽഹി ഹൈക്കോടതി കുറേ നോട്ടീസ് അയക്കുകയും അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഈ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴുണ്ടല്ലോ, ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. കാരണം എൻവയൺമെൻറ്റൽ ആക്ടിൻ്റെ പരിധിക്കുള്ളിൽ വരണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടാണ് ഇവർ ഈ അറേഞ്ച്മെൻറ്റ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ എൻവയൺമെൻറ്റൽ ആക്ട് അനുസരിച്ച് നിർദ്ദേശം കൊടുക്കും, അത് കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വരും. ഇത്ര പെട്ടെന്നോ? ഇല്ല, അത് തുടക്കത്തിലേ ചെയ്തിരുന്നു. ഇങ്ങനെ ഹരാസ് ചെയ്തു അദ്ദേഹത്തെ. അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ കോവിഡ് നടക്കുന്ന സമയത്ത് തബ്ലീഗിൻ്റെ സമ്മേളനം വരെ നടന്ന നാടാണ്. അതിനൊന്നും കോടതിക്കൊന്നും ഒരു പ്രശ്നമില്ല. അല്ല, അത് അങ്ങനെ ഒരു പെർസെപ്ഷൻ എനിക്കില്ല കേട്ടോ. ഇന്ത്യൻ കോടതികൾ ഒരു ഹിന്ദു വിരോധം, ഒരു ബയാസ് അങ്ങനെ വ്യാപകമായിട്ടുണ്ട്. ചില ഹിന്ദു വിരോധമുള്ള ചിലരെങ്കിലുമൊക്കെ ഉണ്ട്, ചില ജഡ്ജിമാരൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഉണ്ട്. അതർവൈസ് ഓൾസോ തിരിച്ചിപ്പുറത്തേക്കുള്ളവരുമില്ലേ, ഉണ്ടാവാം. അതുകൊണ്ട് ഒറ്റ ബ്രഷിനിങ്ങനെ ജുഡീഷ്യറിയെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ എവിഡൻസും ഉണ്ട്. ഐ ഹാവ് ഇനഫ് ജഡ്ജ്മെൻറ്റ്സ് വിത്ത് മീ which are protecting Hindu interest also, which are protecting ശ്രീ രവിശങ്കർ. ഇപ്പോൾ ഇഷ ഫൗണ്ടേഷൻ, ഹൂ പ്രൊട്ടക്റ്റഡ് ദം? സുപ്രീം കോർട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. സോ അങ്ങനെ നമുക്ക് ഒരു ഇത് സ്വീപ്പിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ചില ജഡ്ജിമാരൊക്കെ ഓബ്വിയസ്ലി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ല, അത് നമ്മളത് കാണാതെയും കേൾക്കാതെയും പറയാതെയും പോകാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.